ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. നിലങ്ങളും പറമ്പുകളും നികത്തപ്പെട്ടതോടെ കാർഷിക വൃത്തി കുറഞ്ഞു. യുവതലമുറ അധ്വാനിക്കുവാനുള്ള മടി കാരണം ഈ മേഖലയെ പൂർണ്ണമായും കൈയൊഴിഞ്ഞു. എന്നാൽ പാരമ്പര്യത്തിലുപരി താൽപര്യത്തോടുകൂടി കൃഷിയിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയാണ് ബേപ്പൂർ സ്വദേശിയായ പ്രമോദ്. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം ആഗോളവൽക്കരണ നയത്തിന്റെ സ്വാധീനമായി റേഷൻ കടകളിൽ നടപ്പിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നുള്ളതെന്ന് CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നതിൽ സർക്കാർ ജാഗ്രത പാലിക്കണമായിരുന്നുവെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ. ആധുനിക കാലഘട്ടത്തിൽ ലൈബ്രറിയെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഡോക്ടർ ഖദീജ മുംതാസ്. ലൈബ്രറി സംരക്ഷണത്തിനായി ലൈബ്രറിയൻസ് യൂണിയന്റെ സത്യാഗ്രഹം. വിശദമായ വാർത്തകളിലേക്ക്. TP ചന്ദ്രശേഖരൻ വധക്കേസ് CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നതിൽ സർക്കാർ ജാഗ്രത പാലിക്കണമായിരുന്നുവെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് K ബിന്ദുകൃഷ്ണ. CBI അന്വേഷണം നടത്തുവാനുള്ള നിയമ തടസ്സം എന്താണെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും ബിന്ദുകൃഷ്ണ കോഴിക്കോട് പറഞ്ഞു. സ്ത്രീകളോട് മോശമായി പെരുമാറിയതിനാലാണ് മാനന്തവാടിയിൽ വെച്ച് SIയോട് കയർത്ത് സംസാരിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു. CBI അന്വേഷണ കാര്യത്തിൽ ഗവൺമെന്റ് കുറെ കൂടി ജാഗ്രത പാലിക്കണമായിരുന്നു. അത് ഇനിയും ആ ഉറപ്പ് കൊടുക്കുന്ന കാര്യവുമായി വേണ്ടി ഗവൺമെന്റ് ആ കാര്യത്തിൽ കൺവിൻസ് ചെയ്യണം. രമയെയും പൊതുസമൂഹത്തെയും കൺവിൻസ് ചെയ്യണം. കാര്യം എന്താണ്, എന്ത് തടസ്സമാണ് CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നതിനുള്ളതെന്ന് സത്യമായും അത് നിയമപരമായി. സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം ആഗോളവൽക്കരണ നയത്തിന്റെ സ്വാധീനമായി റേഷൻ കടകളിൽ നടപ്പിലാക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇന്നുള്ളതെന്ന് CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ. ജില്ലാ റേഷൻ വ്യാപാരികളുടെ ധർണ കിഡ്സൺ കോർണറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റേഷൻ വ്യാപാരികൾ ധർണ നടത്തി. മിതമായ വേതനം നൽകുക, ഡോർ ഡെലിവറി സംവിധാനം നടപ്പിലാക്കുക, ജോലി സുരക്ഷയും വേതനവും ഉറപ്പുവരുത്തുക, പെൻഷൻ, ചികിത്സാ സഹായം എന്നിവ വർദ്ധിപ്പിക്കുക, അനാവശ്യ ഉദ്യോഗസ്ഥ പീഡനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ. മാനാഞ്ചിറ കിഡ്സൺ കോർണറിൽ സംഘടിപ്പിച്ച ധർണ CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുന്നതിന് നടപ്പിലാക്കിയ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം ആഗോളവൽക്കരണ നയത്തിന്റെ സ്വാധീനമായി റേഷൻ കടകളിൽ നടപ്പിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയാണിന്നുള്ളതെന്ന് അദ്ദേഹം ആരോപിച്ചു. സ്റ്റാറ്റ്യൂട്ടറി റേഷൻ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. നിങ്ങളെല്ലാം ഇപ്പോൾ നടത്തുന്നത് പൊതുവിതരണ കേന്ദ്രങ്ങളാണ്. റേഷന്റെ കൺസെപ്റ്റ് മാറുകയായിരുന്നു ഒരു ഘട്ടത്തിൽ ഈ ആഗോളവൽക്കരണ നയങ്ങളുടെ സ്വാധീനത്തിന്റെ ഭാഗമായി. തർക്കത്തിലേക്കും മറ്റു പ്രശ്നങ്ങളിലേക്കല്ല പോകുന്നത്. പൊതുവിതരണ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പഴയ റേഷൻ ഷാപ്പുകളായും ഇപ്പോഴത്തെ പൊതുവിതരണ കേന്ദ്രങ്ങൾ നിലനിന്നു പോകേണ്ടതുണ്ട്. ധർണയിൽ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ V പ്രഭാകരൻ നായർ, ഓൾ കേരള റേഷൻ ഡീലേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി P പവിത്രൻ, TK കുമാരൻ, പുതുക്കാട് രവി, K ഗോപി, കൌൺസിലർ KV അബ്ദുള്ളക്കോയ, VK മുകുന്ദൻ, A ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. ആധുനിക കാലഘട്ടത്തിൽ ലൈബ്രറിയെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനായി സമൂഹം ഒറ്റക്കെട്ടായി മുൻപോട്ട് വരണമെന്ന് പ്രമുഖ സാഹിത്യകാരി ഡോക്ടർ ഖദീജ മുംതാസ്. ലൈബ്രറിയൻ അലവൻസും പുസ്തക ഗ്രാന്റും ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലൈബ്രറിയൻസ് യൂണിയൻ താലൂക്ക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സംഘടിപ്പിച്ച ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ലൈബ്രറിയൻ അലവൻസും പുസ്തക ഗ്രാന്റും ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലൈബ്രറിയൻസ് യൂണിയൻ താലൂക്ക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സത്യാഗ്രഹം സംഘടിപ്പിച്ചു. പ്രമുഖ സാഹിത്യകാരി ഡോക്ടർ ഖദീജ മുംതാസ് സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. ആധുനിക കാലഘട്ടത്തിൽ ലൈബ്രറിയെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അതിനായി സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്നും അവർ പറഞ്ഞു.
തന്നെ ഈ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു പ്രശ്നമാണ്, നമ്മുടെ നാടിന്റെ സാംസ്കാരികമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതിന് എല്ലാ എഴുത്തുകാരും എല്ലാ സാംസ്കാരിക പ്രവർത്തകരും തോളോട് തോൾ ചേർന്ന് തന്നെ നിന്ന് ഈ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ട ആവശ്യമുണ്ട്, അതിനായിട്ട് മുന്നിട്ടിറങ്ങേണ്ട ആവശ്യമുണ്ട് എന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തകർക്കും വേറെ എന്ത് കാര്യം ഉണ്ടായാലും ഒരു ഗവൺമെന്റ് തുടങ്ങി വെക്കുന്ന ഒരു പ്രസ്ഥാനത്തെ അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ അതിന് തുരങ്കം വയ്ക്കുന്നത് അല്ലെങ്കിൽ അത് മുടക്കി കളയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. പക്ഷെ ഇതിനെ ഈ ഒരു പ്രശ്നത്തെയെങ്കിലും ഇത് വളരെ സാംസ്കാരികമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കി ഇതിനായിട്ട് പിരിക്കുന്ന പണവും സെസ്സായിട്ടായാലും അല്ലാതെ ഇതിനായിട്ട് മാറ്റിവെച്ച പണവും ഒക്കെ അവിടെ ഇരിക്കുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ ലൈബ്രറി പ്രസ്ഥാനത്തെ തകർക്കുന്ന വിധത്തിലുള്ള ഈ ഒരു നടപടിയെ തീർച്ചയായിട്ടും നമുക്ക് അപലപിക്കേണ്ടതാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് സത്യാഗ്രഹത്തിന് ലൈബ്രറിയൻസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി ശങ്കരൻ മാസ്റ്റർ, കെ ചന്ദ്രൻ മാസ്റ്റർ, ഗംഗാധരൻ നായർ, പ്രദീപൻ, സുരേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി. വിളകൾക്ക് ഏറ്റവും നല്ല പരിചരണം നൽകിയും പ്രമുഖ കർഷകരുടെ തോട്ടങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കിയും കാർഷിക രംഗത്ത് പുത്തൻ പരീക്ഷണങ്ങൾ നടത്തുകയാണ് ബേപ്പൂർ നടുവട്ടം സ്വദേശിയായ മേലെപ്പറമ്പത്ത് പ്രമോദ്. നാട്ടിൽ വളരെ വിരളമായി കാണപ്പെടുന്ന മിണ്ടാൾ, ആറ്റുനേന്ത്രൻ, സ്വർണ്ണമുഖി തുടങ്ങിയ അത്യുൽപാദന ശേഷിയുള്ള നേന്ത്രവാഴകളും പ്രമോദിന്റെ തോട്ടത്തിലുണ്ട്. സവിശേഷമായ നേന്ത്രവാഴകൾ കൊണ്ടും കപ്പയിനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമാവുകയാണ് ബേപ്പൂർ നടുവട്ടം മാഹിയിൽ പ്രമോദിന്റെ കൃഷിയിടം. മിണ്ടാൾ, ആറ്റുനേന്ത്രൻ, ചെങ്ങഴിക്കോടൻ, സ്വർണ്ണമുഖി തുടങ്ങിയ അത്യുൽപാദന ശേഷിയുള്ള നേന്ത്രവാഴകളും സുമോ, മണിമല 3 ഹ്രസ്സ് പോലുള്ള കപ്പയിനങ്ങളുമാണ് പ്രമോദ് കൃഷി ചെയ്യുന്നത്. തമിഴ് പാരമ്പര്യമുള്ള മിണ്ടാൾ വിളവെടുക്കാൻ 14 മാസം വേണമെങ്കിലും 25 കിലോയിലധികം തൂക്കം വരുന്ന കുല ലഭിക്കും. ആറ്റുനേന്ത്രൻ തൃശൂർ ഭാഗങ്ങളിലാണ് പൊതുവെ കൃഷി ചെയ്യുന്നത്. ഉത്രാടനാളിൽ ഗുരുവായൂർ കണ്ണന് കാഴ്ചയെ സമർപ്പിക്കുന്ന ചെങ്ങഴിക്കോടൻ അഴകിലും സ്വാദിലും ഏറെ മുന്നിലുമാണ്. ലക്ഷണമൊത്ത ഒരു കുലയ്ക്ക് 3000 രൂപ വരെ ലഭിക്കും. ഒരു മുരടിൽ നിന്നും 70 കിലോയിലേറെ കപ്പ ലഭിക്കുന്നവയാണ് സുമോയും മണിമല 3ഉം. ചുരുങ്ങിയ കാലയളവിൽ വിളവെടുക്കുന്ന ഹ്രസ്വ കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തതാണ്. 1.5 ഏക്കറോളം വരുന്ന തന്റെ തെങ്ങിൻതോപ്പിൽ ഇടവിളയായാണ് പ്രമോദ് കൃഷി ചെയ്യുന്നത്. കാർഷിക പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രമുഖ കർഷകരിൽ നിന്നാണ് തൈകൾ സംഘടിപ്പിക്കുന്നത്. പുതിയ തലമുറ ഈ രംഗത്തേക്ക് കടന്നു വരേണ്ടത് കാലഘട്ടത്തിന്റെ അത്യാവശ്യമാണെന്ന് പ്രമോദ് സാക്ഷ്യപ്പെടുത്തുന്നു. കൃഷിക്ക് എല്ലാ മേഖലയിൽ നിന്നും ഏറെ പ്രോത്സാഹനം ലഭിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും പുതിയ തലമുറ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് വളരെ കുറവാണ്. ഏറെ പരീക്ഷണങ്ങൾക്ക് അവസരം നൽകുന്ന ഒരു മേഖല കൂടിയാണ് കൃഷി. അതുകൊണ്ട് യുവതലമുറയിൽപ്പെട്ടവർ ധാരാളമായി ഈ രംഗത്ത് വരണം. പ്രശസ്ത കൃഷിശാസ്ത്രജ്ഞനായ MS സ്വാമിനാഥന്റെ ചെടികൾക്ക് മാജിക് ഇല്ല, ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ടും ലഭിക്കുകയുള്ളൂ എന്ന വാക്കുകളെ പ്രമോദ് പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൊണ്ട് വിളകൾക്ക് ഏറ്റവും നല്ല പരിചരണം തന്നെ നൽകുന്നുണ്ട്. കൃഷിവകുപ്പിന്റെ മികച്ച കർഷകനുള്ള അംഗീകാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കടലുണ്ടിയിലെ കർഷകനായിരുന്ന കൊറാത്ത് രാംദാസ് മേനോന്റെ മകനാണ് പ്രമോദ്. വഴിയോര കച്ചവടം നിയമപരിധിയിൽ കൊണ്ടുവരുന്നതിനുള്ള ബില്ലിനെ പൂർണ്ണമായും എതിർത്തുകൊണ്ടുള്ള സമീപനമാണ് BJPയും ഇടതുപക്ഷവും സ്വീകരിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് KC അബു. നാഷണൽ ഫുട്പാത്ത് ഉന്തുവണ്ടി പെട്ടിക്കട തൊഴിലാളി യൂണിയന്റെ 4ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാഷണൽ ഫുട്പാത്ത് ഉന്തുവണ്ടി പെട്ടിക്കട തൊഴിലാളി യൂണിയന്റെ 4ാം വാർഷിക സമ്മേളനം ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. സമ്മേളനം DCC പ്രസിഡന്റ് KC അബു ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവടം നിയമപരിധിയിൽ കൊണ്ടുവരുന്നതിനുള്ള ബിൽ പാർലമെന്റ് പാസാക്കി കഴിഞ്ഞു. രാജ്യസഭ കൂടി അംഗീകരിച്ചാൽ അത് നടപ്പിലാകും. എന്നാൽ ഇതിനെ പൂർണ്ണമായും എതിർത്തുകൊണ്ടുള്ള സമീപനമാണ് BJPയും ഇടതുപക്ഷവും സ്വീകരിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വഴിയോര കച്ചവടക്കാർക്ക് ഇനി അങ്ങനെ നിങ്ങളെ അവിടെ നിന്ന് എടുത്ത് എറിയാനൊന്നും ആർക്കും കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നിയമപരമായി സാധുത നൽകുന്ന ഒരു ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസ് പാസാക്കിയിരിക്കുകയാണ്. വലിയ 3/2 ഭൂരിപക്ഷമൊന്നും ഇല്ലാത്തത് കൊണ്ട് രാജ്യസഭയിൽ ഈ ബില്ല് പാസ്സായിട്ടില്ല, പാസ്സാവാനിരിക്കുന്നു. രാജ്യസഭയിൽ പാസ്സായാൽ ഈ ബില്ല് ഇന്ത്യയിൽ നിയമമാകും. പക്ഷെ രാജ്യസഭയിൽ ഈ ബില്ലിന് എതിരായ ഒരു നിലപാടാണ് BJP ശക്തമായി ഇതിനെ എതിർക്കുവാനാണ് തീരുമാനിച്ചത്. ഈ ബില്ലിനെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. സമ്മേളനത്തിൽ NFU-PTU സംസ്ഥാന പ്രസിഡന്റ് K. രാജീവ് അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. രാജൻ, കൌൺസിലർ സക്കറിയ P. ഹുസൈൻ, DCC മെമ്പർ PV അബ്ദുൽ കബീർ, NFU-PTU സംസ്ഥാന ജനറൽ സെക്രട്ടറി KP അബ്ദുൽ നാസർ, വൈസ് പ്രസിഡന്റ് ആറ്റക്കോയ, KV അബ്ദുൽ ജലീൽ, C. ചെല്ലി, MP അഷ്റഫ് എന്നിവർ സംബന്ധിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി റെഡി? എങ്ങനെ നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂലറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. വിലക്കയറ്റത്തിനെതിരെ വെൽഫെയർ പാർട്ടി തെരുവിൽ അടുക്കള ഒരുക്കി പ്രതിഷേധിച്ചു. ഇൻഡോർ സ്റ്റേഡിയം പരിസരത്ത് നടന്ന പ്രതിഷേധ പരിപാടി വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് മാഹിൻ നരോത്ത് ഉദ്ഘാടനം ചെയ്തു. ദേശീയ തലത്തിൽ വിലക്കയറ്റത്തിനെതിരെ ജനങ്ങൾക്ക് ജീവിക്കണം എന്ന തലക്കെട്ടിൽ വെൽഫെയർ പാർട്ടി ആചരിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് പാർട്ടി കോഴിക്കോട് സിറ്റി മേഖല വേറിട്ട സമരം സംഘടിപ്പിച്ചത്. രാവിലെ 9 മുതൽ 1 വരെയാണ് തെരുവിൽ അടുക്കള ഒരുക്കി പ്രതിഷേധം നടത്തിയത്. വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് മാഹിൻ നരോത്ത് ഇൻഡോർ സ്റ്റേഡിയം പരിസരത്ത് നടന്ന തെരുവ് അടുക്കള ഉദ്ഘാടനം ചെയ്തു. ഇവരെ കുടുംബങ്ങൾ വന്നിട്ട് ഇവരെ മത്തിച്ച് പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അറിയണം നിങ്ങൾ, ഈ രാജ്യത്തെ കൊലപാതക കേസുകളുണ്ടായി. പാർട്ടി നോർത്ത് മണ്ഡലം പ്രസിഡന്റ് AP വേലായുധൻ അധ്യക്ഷത വഹിച്ചു. മുസ്തഫ പാലാഴി, KV ജനാർദ്ദനൻ, MA ഖയ്യൂം, അഡ്വക്കേറ്റ് സക്കറിയ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പങ്കാളിത്ത പെൻഷൻ ഉത്തരവിൽ ജീവനക്കാരുടെ എല്ലാ ആശങ്കകളും പരിഹരിച്ചാണ് UDF സർക്കാർ മുൻപോട്ട് പോകുന്നതെന്ന് NGO അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. അജന്തൻ നായർ പഞ്ചായത്ത് വകുപ്പ് ജീവനക്കാരുടെ ജില്ലാ കൺവെൻഷൻ നളന്ദ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള NGO അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് വകുപ്പ് ജീവനക്കാരുടെ ജില്ലാ കൺവെൻഷൻ നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. കൺവെൻഷൻ NGO അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. അജന്തൻ നായർ ഉദ്ഘാടനം ചെയ്തു. പങ്കാളിത്ത പെൻഷൻ ഉത്തരവിൽ ജീവനക്കാരുടെ എല്ലാ ആശങ്കകളും പരിഹരിച്ചാണ് UDF സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പങ്കാളിത്ത പെൻഷൻ സംബന്ധിച്ചോളം പൂർണ്ണമായും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വളരെ വ്യക്തമായി കേരള ഗവൺമെന്റ് ജീവനക്കാരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് NGO-കാരുടെ നാമടഞ്ഞത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MA ഖാദർ, ജില്ലാ സെക്രട്ടറി NP ബാലകൃഷ്ണൻ, സംസ്ഥാന വനിതാ ഫോറം കൺവീനർ C. പ്രേമവല്ലി, NC സുനിൽകുമാർ, MT മധു, D. രവി, KC അബ്ദുൾ റസാഖ്, M. ഷിബു, KK പ്രമോദ് കുമാർ എന്നിവർ കൺവെൻഷനിൽ സംബന്ധിച്ചു. UDF സർക്കാർ അധികാരമേറ്റ ശേഷം പഞ്ചായത്ത് വകുപ്പിൽ 864 അസിസ്റ്റന്റ് സെക്രട്ടറി തസ്തികകളും 978 ക്ലറിക്കൽ തസ്തികകളും അധികമായി സൃഷ്ടിച്ചിരുന്നു. കൂടാതെ വകുപ്പിലെ അക്കൌണ്ടന്റ്, ഹെഡ് ക്ലർക്ക് തസ്തികകളിലെ പ്രമോഷൻ അനോമലി പരിഹരിക്കുന്നതിനും കൃത്യമായി രൂപീകരിച്ചു. എന്നിരുന്നാലും പഞ്ചായത്ത് വകുപ്പിൽ 5000-ലേറെ പുതിയ തസ്തികകൾ അനിവാര്യമാണ്. അത് നേടിയെടുക്കാൻ വേണ്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവേണ്ടതാണെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. വിലക്കയറ്റം തടയുക, സാമൂഹ്യനീതി ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ ധർണ സംഘടിപ്പിച്ചു. കളക്ടറേറ്റിന് മുൻപിൽ സംഘടിപ്പിച്ച ധർണ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി M. ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. 63 താലൂക്കുകളിലുമുള്ള 63 സംസ്ഥാന കൌൺസിൽ അംഗങ്ങൾ ഒന്നിച്ചു ചേർന്നാണ് 15 പേരടങ്ങിയ സംസ്ഥാന എക്സിക്യൂട്ടീവിനെ തെരഞ്ഞെടുക്കുന്നത്. ആ സംസ്ഥാന എക്സിക്യൂട്ടീവും 5 പേർ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന കേരള സ്റ്റേറ്റ് ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ക്ഷേമനിധി അപാകതകൾ പരിഹരിക്കുക, ബാർബർ ബ്യൂട്ടീഷ്യൻ തൊഴിൽ മേഖലയിലെ മാലിന്യ നിർമ്മാർജ്ജനം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വഴി നടപ്പിലാക്കുക, ഹെൽത്ത് കാർഡ് അനുവദിക്കുക, മേഖലയിലെ തൊഴിലാളികളെ ESI ആനുകൂല്യ പരിധിയിൽ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി M. ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വെച്ച മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഭരണകൂടത്തോട് മാത്രമല്ല ഈ രാജ്യത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് നമ്മൾ ഇതുപോലുള്ള മുദ്രാവാക്യങ്ങൾ വെച്ച് മർമ്മപ്രധാനമായ 4-5 മുദ്രാവാക്യങ്ങൾ വെച്ചുകൊണ്ട് ജാഥയും സമരവും നമ്മൾ സംഘടിപ്പിക്കുന്നു. സാമൂഹിക നീതി നിഷേധം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ തൊഴിൽ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഈ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന പല അവഗണനകളും നമ്മുടെ മുന്നിലുണ്ട്. ഈ തൊഴിലിന്റെയും തൊഴിൽ കുടുംബത്തിന്റെയും അതേപോലെ ഈ സമൂഹത്തിൽ ഈ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അവഹേളിക്കുകയും
അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ധർണയിൽ ജില്ലാ സെക്രട്ടറി എ ടി സലീം, വൈസ് പ്രസിഡന്റ് കെ പി നാരായണൻ, ഇ ടി ഹുസൻകുട്ടി, എ പി കുഞ്ഞിരാമൻ എന്നിവർ സംബന്ധിച്ചു. പട്ടികജാതി പട്ടികവർഗക്കാരുടെ വായ്പ എഴുതിത്തള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് SC/ST ബാങ്ക് ലോൺ ഹോൾഡേഴ്സ് അസോസിയേഷൻ കൂട്ട ഉപവാസം സംഘടിപ്പിച്ചു. DDE ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച ഉപവാസ സമരം അന്വേഷിയുടെ സാരഥിയായ കെ അജിത ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് വായ്പ എടുത്ത് ദുരിതം അനുഭവിക്കുകയും ജപ്തി ഭീഷണി നേരിടുന്നവരുമായ പട്ടികജാതി പട്ടികവർഗക്കാരുടെ വായ്പ എഴുതിത്തള്ളണമെന്നാവശ്യപ്പെട്ട് SC/ST ബാങ്ക് ലോൺ ഹോൾഡേഴ്സ് അസോസിയേഷന്റെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂട്ട ഉപവാസം നടത്തി. മാനാഞ്ചിറ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ഉപവാസം അന്വേഷിയുടെ സാരഥി കെ അജിത ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തും കേന്ദ്രത്തിലും മാറി മാറി വരുന്ന സർക്കാരുകളോടും രാഷ്ട്രീയ പാർട്ടികളോടും വർഷങ്ങളായി പട്ടികജാതി വർഗ്ഗക്കാരുടെ വായ്പകൾ എഴുതിത്തള്ളണമെന്ന് ആവശ്യപ്പെടുകയും പല നിർദ്ദേശങ്ങളും സർക്കാരിന്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഭാഗത്തുനിന്ന് യാതൊരു നടപടികളും ഉണ്ടാവാത്തതിൽ പ്രതിഷേധിച്ചാണ് ഉപവാസ സമരം സംഘടിപ്പിച്ചത്. അസോസിയേഷൻ ജനറൽ കൺവീനർ രാമദാസ് വേങ്ങേരി, സുധീഷ് കുമാർ പെരുന്തുരുത്തി, പി ജയരാജൻ, മോയിൻ പാപ്പു, രാജേഷ് മുഗവൂർ എന്നിവർ ഉപവാസത്തിന് നേതൃത്വം നൽകി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയും ചേർന്ന് നടത്തിയ മൊബൈൽ ലോക് അദാലത്തിൽ 100ഓളം കേസുകൾ ഒത്തുതീർപ്പാക്കി. ലക്ഷങ്ങൾ ബാധ്യത വന്ന അരക്കിണർ ലൈസൻ ചിട്ടി കമ്പനി ഇടപാടുകാർക്കായാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. ചിട്ടി കമ്പനിയിൽ നിന്ന് 160 പേർക്കായി 65 ലക്ഷം രൂപ നൽകാനും ചിട്ടി പിടിച്ച ഇനത്തിൽ 337 പേരിൽ നിന്നായി 1.01 കോടി രൂപ കമ്പനിക്ക് കിട്ടാനുമുണ്ടായിരുന്നു. ഇതുപ്രകാരം ചിട്ടി കമ്പനി അധികൃതർ സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിച്ചിരുന്നു. ഇതുപ്രകാരമാണ് അതോറിറ്റിയുടെ ജില്ലാ താലൂക്ക് ഘടകങ്ങൾ കേസിൽ ഇടപെട്ടത്. മുഴുവൻ ഇടപാടുകാർക്കും മുൻകൂട്ടി നോട്ടീസ് അയച്ചായിരുന്നു അദാലത്ത് സംഘടിപ്പിച്ചത്. കമ്പനിക്ക് പണം നൽകാനുള്ളവരിൽ നിന്ന് ഗഡുക്കളായി തുക സ്വീകരിച്ച് ഇടപാടുകാർക്ക് കൈമാറുന്ന രീതിയിലാണ് ഒത്തുതീർപ്പ്. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജിയുമായ RL ബൈജു നിയമ നടപടികൾക്ക് നേതൃത്വം നൽകി. ഇനിയും തുക കിട്ടാനും നൽകാനുമുള്ള ഇടപാടുകാർക്കായി വരും മാസങ്ങളിൽ വീണ്ടും ലോക് അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സാഹസികതയും വിജയവും സ്ത്രീകളുടേതുകൂടിയാണെന്ന പ്രഖ്യാപനവും മാലിന്യമുക്തവും ഹരിതഭാവവും ആരോഗ്യപൂർണവുമായ രാജ്യം എന്ന സന്ദേശവുമായി വനിതകൾ നടത്തുന്ന സൈക്കിൾ യാത്ര കോഴിക്കോട്ടെത്തി. ഗുജറാത്തിലെ കച്ചിൽ നിന്നും കൊച്ചിയിലേക്കാണ് സൈക്കിൾ യാത്ര. വിമൻസ് അഡ്വഞ്ചറസ് നെറ്റ്വർക്കിംഗ് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിലാണ് ഗോ ഗ്രീൻ ഗേൾസ് എന്നറിയപ്പെടുന്ന സാഹസിക സംഘത്തിന്റെ യാത്ര. അമ്മയും മകളും ഒരുമിച്ച് പർവ്വതാരോഹണം നടത്തി ലിംഗ റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയ വസുമതി ശ്രീനിവാസനാണ് സംഘത്തെ നയിക്കുന്നത്. മകൾ സ്മിത ശ്രീനിവാസനാണ് ഡെപ്യൂട്ടി ലീഡർ. ഇവർ മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംഘാംഗങ്ങളിൽ മിക്കവരും സാഹസികരായ പർവ്വതാരോഹകർ കൂടിയാണ്. മൌണ്ട് അബുവിൽ നിന്നുള്ള 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയും സംഘത്തിലുണ്ട്. കച്ചിൽ നിന്നും ജനുവരി 5-ന് യാത്ര പുറപ്പെട്ട സംഘം ദിവസം 5 മുതൽ 7 മണിക്കൂർ വരെ സൈക്കിളിൽ യാത്ര ചെയ്താണ് 2500 കിലോമീറ്റർ താണ്ടി വെള്ളിയാഴ്ച കൊച്ചിയിലെത്തുക. 2011 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കൊൽക്കത്തയിൽ നിന്ന് കന്യാകുമാരി വരെ 3000 കിലോമീറ്റർ സൈക്കിളോട്ടിയതിന്റെ മുൻ റെക്കോർഡും ഇവർക്കുണ്ട്. സൈന്യത്തിലെ മേജർ തുടങ്ങി സൈക്യാട്രിസ്റ്റും ബ്യൂട്ടീഷ്യനും കൃഷിക്കാരിയും വരെ ഉൾപ്പെട്ട സംഘാംഗങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസമുള്ളവരും വിവിധ തൊഴിലുകൾ ചെയ്യുന്നവരുമാണ്. ഹിമാലയൻ പർവ്വത മേഖലയിൽ രാജ്യാതിർത്തികൾ മുറിച്ചുകടന്നും താർ മരുഭൂമിയിൽ ഒട്ടകപ്പുറത്ത് ദീർഘസഞ്ചാരം നടത്തിയുമെല്ലാം പെണ്ണിന് കരുത്താർജിക്കാനും മുന്നേറാനും കഴിയുമെന്ന് സമൂഹത്തിന് സന്ദേശം നൽകിയവരാണ് വസുമതിയും കൂട്ടാളികളും. യാത്രാനുഭവങ്ങൾ പങ്കുവച്ച സ്മിത കേരളത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയെയും ബസ്സുകളുടെ മരണപ്പാച്ചിലിനെയും വിമർശിച്ചു. സംഘത്തിന് കോസ്മോപൊളിറ്റൻ ക്ലബിൽ നൽകിയ സ്വീകരണത്തിൽ ക്ലബ് പ്രസിഡന്റ് ജോസഫ്, മുൻ പ്രസിഡന്റ് ഡാരിയസ് പി മാർഷൽ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, ലൂസി വർഗീസ്, നളിനി വാര്യർ എന്നിവർ സംബന്ധിച്ചു. വസുമതി ശ്രീനിവാസൻ സംഘാംഗങ്ങളെ പരിചയപ്പെടുത്തി. ഒരു ഇടവേള കൂടി, ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. ഗ്രാൻഡ് സർക്കാസ്, കോഴിക്കോട്. കോഴിക്കോട് KTC ഗ്രൗണ്ടിൽ മിംസ് ഹോസ്പിറ്റലിനു സമീപം ജനുവരി 24 മുതൽ ഉച്ചയ്ക്ക് 1 മണിക്കും വൈകുന്നേരം 4 മണിക്കും രാത്രി 7 മണിക്കും ഗ്രാൻഡ് സർക്കാസ്.
ദിവസേന 3 പ്രദർശനങ്ങൾ. അഭ്യാസ പ്രകടനത്തിന്റെ അത്ഭുത കാഴ്ചകളുമായി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിനു സമീപം KTC ഗ്രൗണ്ട്, മിനി ബൈപ്പാസ്, കോഴിക്കോട്. ഗ്രാൻഡ് സർക്കാസ്. വാർത്തകൾ തുടരുന്നു. പയ്യന്നൂരിൽ നിന്നും ആരംഭിച്ച കലാജാഥയുടെ സമാപനത്തോടനുബന്ധിച്ച് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ കെ സച്ചിദാനന്ദൻ രചിച്ച ഗാന്ധി എന്ന നാടകം അവതരിപ്പിച്ചു. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന നാടകം കാണാൻ നിരവധി പേരാണ് എത്തിയത്. ആസുരമായ വർത്തമാനകാലത്തിന്റെ നടുവിലേക്ക് ഗാന്ധിജി വീണ്ടും വരുന്ന പ്രമേയം ആസ്പദമാക്കി കെ സച്ചിദാനന്ദൻ രചിച്ച ഗാന്ധി എന്ന നാടകം വേദിയിലെത്തിച്ചത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. പോരാട്ടത്തിന്റെ പുതിയ ഭൂമിയിൽ അശരണർക്കൊപ്പം താനുമുണ്ടാവുമെന്നും താനല്ല നിങ്ങളാണ് ഗാന്ധിയെന്നും പ്രഖ്യാപിച്ചാണ് ഗാന്ധിജി സദസ്സിനിടയിലേക്ക് ഇറങ്ങി വരുന്നത്. ടൗൺ ഹാളിൽ നിറഞ്ഞ കരഘോഷത്താൽ പ്രേക്ഷകർ ഇത് സ്വീകരിച്ചു. ജനുവരി 26 പയ്യന്നൂരിൽ നിന്നും ആരംഭിച്ച ഗാന്ധി നാടകയാത്രയാണ് കോഴിക്കോട് ടൗൺ ഹാളിലെത്തിയത്. ഫെബ്രുവരി 19 പാലക്കാട് യാത്ര സമാപിക്കും. ശബ്ദത്തിന്റെയും വെളിച്ചത്തിന്റെയും സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തിയ നാടകത്തിന്റെ അവതരണം പുതുമ നിറഞ്ഞതും പിഴവുകളില്ലാത്തതുമായിരുന്നു. കൂത്തുപറമ്പ് സ്വദേശി VK കുഞ്ഞികൃഷ്ണനാണ് ഗാന്ധിജിയെ വേഷമിട്ടത്. മനോജ് നാരായണനാണ് സംവിധാനം നിർവഹിച്ചത്. നേരത്തെ നടന്ന ഇന്ത്യൻ മതേതരത്വം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ഡോക്ടർ KN ഗണേഷ് സംസാരിച്ചു. പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ റിവൈവർ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന പത്മ റഹീമിന്റെ കഥാസമാഹാരമായ വേരുകൾ മറക്കുമ്പോൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. പ്രശസ്ത സാഹിത്യകാരൻ UK കുമാരൻ ആദ്യ പ്രതി PP ശ്രീധരനുണ്ണിക്ക് നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ റിവൈവർ ബുക്സ് പ്രസിദ്ധീകരിച്ച പത്മ റഹീമിന്റെ കഥാസമാഹാരമായ വേരുകൾ മറക്കുമ്പോൾ പ്രകാശനം ചെയ്തു. കോഴിക്കോട് അളകാപുരിയിൽ വെച്ച് പ്രശസ്ത സാഹിത്യകാരൻ UK കുമാരൻ ആദ്യ പ്രതി PP ശ്രീധരനുണ്ണിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. ചടങ്ങിൽ V സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. TM ചന്ദ്രശേഖരൻ, AM റീന, VT സുരേഷ്, PAM ഹനീഫ്, V അനിൽകുമാർ, ആറ്റുകോയ പള്ളിക്കണ്ടി, C സോമൻ എന്നിവർ സംബന്ധിച്ചു. പത്മ റഹീം മറുപടി പ്രസംഗം നടത്തി. മലയാളം ഒമാൻ ചാപ്റ്റർ മലയാളം മിഷൻ ഒമാനും ഏർപ്പെടുത്തിയ അവാർഡ് ആദ്യകാല ഗായികയായ മച്ചാട്ട് വാസന്തിക്ക് സമ്മാനിച്ചു. അവാർഡ് ദാന ചടങ്ങും കമല സുരയ്യ ചിത്ര പ്രദർശനത്തിന്റെ സമാപന സമ്മേളനവും കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. മലയാളം ഒമാൻ ചാപ്റ്ററും മലയാളം മിഷൻ ഒമാനും ഏർപ്പെടുത്തിയ അവാർഡ് ആദ്യകാല ഗായികയായ മച്ചാട്ട് വാസന്തിക്ക് സമ്മാനിച്ചു. ലളിതകലാ അക്കാദമി അങ്കണത്തിൽ നടന്ന കമല സുരയ്യ ചിത്ര പ്രദർശനത്തിന്റെ സമാപന സമ്മേളനത്തിൽ വെച്ച് നടൻ മാമുക്കോയെയാണ് അവാർഡ് സമ്മാനിച്ചത്. മേയർ പ്രൊഫസർ AK പ്രേമജം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കമല സുരയ്യയുടെ സാഹിത്യത്തെയും ചിത്രകലയെയും തമ്മിൽ ബന്ധിപ്പിച്ച പരിപാടിയെന്ന നിലയിലാണ് ഇത് ശ്രദ്ധേയമായതെന്ന് അവർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. VR സുധീഷ് മച്ചാട്ട് വാസന്തിയെ സദസ്സിന് പരിചയപ്പെടുത്തി. മാധ്യമം ഗ്രൂപ്പ് എഡിറ്റർ O അബ്ദുറഹിമാൻ, ലെനിൻ മാസ്റ്റർ, TP രാജീവൻ, സത്യബാലൻ, സദാനന്ദൻ, സുധാകരൻ പിള്ള, മലയാളം ഒമാം ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അൻവർ, ജനറൽ സെക്രട്ടറി അജിത് പാനിച്ചിയിൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് മച്ചാട്ട് വാസന്തി മറുപടി പ്രസംഗം നടത്തി. കൂടാതെ ചിത്രരചനയിലെ വിജയികൾക്ക് സമ്മാനവും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കേരള സാഹിത്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മാസാന്ത്യ സാഹിത്യ ചർച്ച സംഘടിപ്പിച്ചു. 2013 ആനുകാലികങ്ങളിൽ വന്ന ചെറുകഥകൾ എന്ന വിഷയത്തിലാണ് ചർച്ച സംഘടിപ്പിച്ചത്. MN പാലൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ VP ഏലിയാസ് വിഷയം അവതരിപ്പിച്ചു. PP ശ്രീധരനുണ്ണി സ്വാഗതം പറഞ്ഞു. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് വടക്കൻ മേഖല കൺവെൻഷൻ ഫെബ്രുവരി 8 കോഴിക്കോട് ഹോട്ടൽ ന്യൂ നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. അഡ്വക്കേറ്റ് T കുഞ്ഞിരാമക്കുറുപ്പ് നഗറിൽ നടക്കുന്ന സമ്മേളനം മുൻ റവന്യൂ മന്ത്രി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അഭിഭാഷക ക്ഷേമനിധി 15 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുക, ജൂനിയർ അഭിഭാഷകർക്ക് സ്റ്റൈപ്പൻഡ്, ഓഫീസ് സ്ഥാപിക്കുന്നതിന് ലോൺ എന്നിവ നൽകുക, അഭിഭാഷകർക്ക് പെൻഷൻ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമ്മേളനം മുൻപോട്ട് വെക്കുന്നത്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകരയിൽ വർഷം തോറും നടത്താറുള്ള ടെക്നിക്കൽ ഫെസ്റ്റ് ഈ വർഷം സൗത്ത് ഇന്ത്യൻ ഇന്റർ കോളേജിയറ്റ് സോഷ്യോ ടെക്നിക്കൽ ഫെസ്റ്റ് QL04 എന്ന പേരിൽ
ഫെബ്രുവരി 7-8 തീയതികളിലായി വടകരയിലെ മണിയൂരിലുള്ള കോളേജ് ക്യാമ്പസിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകര കോഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷന് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുൻനിര എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നാണിത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITUവിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 5 മുതൽ 8 വരെ ഇന്ത്യയിലെ എല്ലാ സോണൽ ഓഫീസുകൾക്ക് മുൻപിലും ഏജന്റുമാർ ഉപവാസ സമരം ആരംഭിക്കും. ഉപവാസ സമരം നടത്തിയ ഏജന്റുമാരെ പോലീസ് സേനയെ ഉപയോഗപ്പെടുത്തി പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ച മാനേജ്മെന്റിനെതിരെ ശക്തമായ പ്രതിഷേധം ആരംഭിക്കുമെന്നും അവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിന്റെ 3ാം സംസ്ഥാനതല കായിക കലാമേള ഫെബ്രുവരി 7-8 തീയതികളിലായി കോഴിക്കോട് ദേവഗിരി മൈതാനത്തും വിവിധ വേദികളിലുമായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കലാ കായികമേള വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. 7-ാം തീയതി വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് വൈദ്യുതി ഭവനിൽ നിന്നും ആരംഭിക്കുന്ന ദീപശിഖ പ്രയാണം കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്യുമെന്നും അവർ കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം ആഗോളവൽക്കരണ നയത്തിന്റെ സ്വാധീനമായി റേഷൻ കടകളിൽ നടപ്പിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നുള്ളതെന്ന് CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നതിൽ സർക്കാർ ജാഗ്രത പാലിക്കണമായിരുന്നുവെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ. ആധുനിക കാലഘട്ടത്തിൽ ലൈബ്രറിയെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഡോക്ടർ ഖദീജ മുംതാസ്. ലൈബ്രറി സംരക്ഷണത്തിനായി ലൈബ്രറിയൻസ് യൂണിയന്റെ സത്യാഗ്രഹം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.